എന്താ രതീഷ്, എന്താ ഇങ്ങോട്ട്? CD തന്നിട്ട് പോവാന്ന്. ശരി, അതവിടെ വെച്ചേക്ക്. എന്തൊരു മുതലാ, അർജന്റായിട്ട് ബാത്റൂമിൽ പോണം. ഹേയ് ഹായ് നിതേഷ്, എന്താടാ ഈ വഴിക്ക്? വേഗം അകത്തേക്ക് കയറി, ഇല്ലെങ്കിൽ കൊതുക് കയറും. ബ്ലഡി മസ്കിറ്റോസാ? ഒന്നുമില്ല ബ്രോ, വീട്ടിലുള്ള ഗെയിംസ് ഒക്കെ കളിച്ചു തീർന്നു, എല്ലാം ബോറടിച്ചു. നിന്റെ വല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ വാങ്ങാനാ വന്ന. ഞാൻ തന്നെ ഓഫീസ് ടെൻഷനിൽ ഗെയിം ഒന്നും കളിക്കാറില്ല, എല്ലായിടത്തും മുകളിൽ വെച്ചിട്ടുണ്ട്. ശരി, കൊണ്ടുവരാം. സുന്ദരി, ഇവന്റെ പേര് നിതേഷ് എന്നാണ്, താഴത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇവനൊരു ഗെയിമറാണ്, ഒരു റിസർച്ചിലാണ് പുതിയൊരു ഗെയിം കണ്ടുപിടിക്കാൻ. ശരി, നീ ഇരിക്കടാ, ഞാൻ എടുത്തോണ്ട് വരാം. ഹായ് ചേച്ചി. താങ്ക്സ് ബ്രോ. ആഘോഷിച്ചു. ആഘോഷിക്കേണ്ടത് ഞാനല്ല ബ്രോ, നിങ്ങളാണ്. എന്തിനാണ്? മാഡം സാധാരണ കാര്യമല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത്. ഇത്രയും ദിവസം എല്ലാരും കൂടെ ഉണ്ടായിരുന്നിട്ട് സഡൻ ആയിട്ട് ഒറ്റയ്ക്കായപ്പോൾ ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ശരി, ബാ, നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. ബാ. എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മേ, പെൻഡ്രൈവ് അതിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അത് പിന്നെ ഇത്രയും ദിവസം ഒറ്റയ്ക്കായിരുന്നില്ലേ, അതുകൊണ്ടാ. യൗവനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇനി അതിന്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ചാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞു. അദ്ദേഹം ചിക്കൻ വാങ്ങി വെക്കാൻ പറഞ്ഞു, പക്ഷേ എങ്ങോട്ട് പോണം, എവിടെ നിന്ന് വാങ്ങണമെന്ന് എനിക്കറിയില്ല. ഓ, ചിക്കൻ വാങ്ങാനാണോ? വന്ന് വണ്ടി കയറ്, നമുക്ക് അടിച്ചു പൊളിച്ചു പോവാന്നേ. എന്തു പറയുന്നു? എന്താ എങ്ങനെ നോക്കുന്നേ? എന്റെ ഡ്രസ് കൊള്ളില്ലേ? വേണ്ട, നടന്നു പോവാം. ഓ, വണ്ടി കയറി ടച്ച് ചെയ്യേണ്ടി വരും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സോ ലോക്ക് ചെയ്തിട്ട് വാക്ക് ചെയ്യാം. ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ? മാഡം, നിങ്ങൾ യഥാർത്ഥത്തിൽ വില്ലേജിൽ നിന്നാണോ? അതെ, എന്താ ചോദിച്ചേ? അല്ല, വില്ലേജിലും ഇത്ര സുന്ദരികളായ പെണ്ണുങ്ങൾ ഉണ്ടോന്നാ. ഒന്ന് വയസ്സിനനുസരിച്ച് സംസാരിച്ചാ കൊള്ളാം. വയസ്സിൽ എന്തിരിക്കുന്നു മാഡം? 40 years മെന്നിന് 20 years women വേണം, 20 years womenന് 40 years മെന്നിനെ വേണം. സത്യത്തിൽ പുറം ലോകം ഇതുപോലൊക്കെയാ. ഇറ്റ്സ് വെരി ക്രേസി, യു നോ. ക്രേസി എന്ന് പറഞ്ഞാ? ക്രേസി എന്ന് പറഞ്ഞാ അതിനിപ്പോ എന്താ പറയാ? നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയില്ല. എല്ലാരും അങ്ങനെ തന്നെയാ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് തെറ്റല്ലേ? ഇതിലെന്ത് തെറ്റാ മാഡം? പേഴ്സണലായിട്ട് ഞാൻ ഫീൽ ചെയ്തത് പബ്ലിക്കിനെ കണക്ട് ചെയ്തപ്പോ പബ്ലിക്കും അതുപോലെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എന്താ മനസ്സിലായില്ല? ഇതൊക്കെ ഞാൻ മലയാളത്തിൽ പറയണെങ്കിലേ മലയാളം മീഡിയത്തിൽ ആദ്യം തൊട്ട് പഠിക്കണം. അതിപ്പോ എന്തായാലും പറ്റില്ല. ആദ്യം ഷോപ്പ് ഒന്ന് പോവാം, വാ. ഹലോ മാഡം, നിങ്ങളെന്താ അവിടെ? ഓട്ടോ. എന്തിനാ? കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. ബാക്ക് സീറ്റ് ഫ്രീ അല്ലേ, കേറി ഇരുന്ന ദാ പറയുമ്പോഴേക്ക് പോയിട്ട് വരാം. ഇതെന്താ എങ്ങനെ നോക്കുന്നേ? ഇപ്പൊ ഞാൻ പാന്റാണല്ലോ ഇട്ടിരിക്കുന്നേ. ഓ, നിങ്ങൾ കേറൂലല്ലോ. ശരി, ഓക്കെ. ഇപ്പോഴും ലോക്ക് ചെയ്തിട്ട് വാക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ വരാം. വേണ്ട, ഞാൻ കേറിക്കോളാം. കേറിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. മാറ്റർ അടുത്ത് കഴിഞ്ഞു. കേറിയോ?
ലെറ്റ്സ് ഗോ. മേഡം ഇവിടെ ഇറങ്ങിക്കോളൂ. നിങ്ങൾ പോയിക്കോളൂ. അയ്യോ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ആ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരാം. നിങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും. നമ്മൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് തന്നെ പോവാം. എന്താ ഓക്കെ അല്ലേ? പ്ലീസ്. ഇന്ന് ആഗ്രഹിച്ചതൊക്കെ നടക്കുന്ന ദിവസം തോന്നുന്നേ. അയ്യോ, ഇന്ന് എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നേ. അയ്യോ മാഡം, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചുമക്കുന്നത്? ഇങ്ങോട്ട് തരൂ. സാരമില്ല. ആവശ്യമുള്ളതൊക്കെ ചെയ്തുതരാൻ ഞാനില്ല ഇവിടെ. ഓക്കെ, ബൈ ബൈ, സി യു. ഒരു മിനിറ്റ്. യപ്പ്. നിങ്ങൾ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിരുന്നില്ലേ? അതെ. വീട്ടിലാർക്കെങ്കിലും അസുഖമാണോ? എനിക്ക് അസുഖമില്ലാത്തത് 401 ആന്റി വെയിറ്റിംഗ്. ഇത് തെറ്റല്ലേ? ഇതിലെന്താ തെറ്റ് മാഡം? ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കണ്ടിട്ട് ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയോ? അല്ല, ഇത് കോംപ്ലിമെന്റ് ആയി എടുത്താൽ മതി, തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്താലല്ലേ തെറ്റ്. മനസ്സിൽ വിചാരിക്കുന്നത് തെറ്റൊന്നല്ലല്ലോ. ഓക്കെ, സി യു, ബൈ. റിതേഷ്, യപ്പ്. ഇതൊന്ന് എന്റെ വീട് വരെ കൊണ്ടുവരാൻ പറ്റുമോ? ഞാനിവിടെ ഉള്ളത് നിങ്ങളെ പോലെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനല്ലേ. കമോൺ, ലെറ്റ്സ് ഗോ. അല്ല, നിങ്ങൾ ഈ സാരിയൊക്കെ എവിടെ നിന്നാ എടുക്കുന്നത്? വളരെ നന്നായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്ന് വിളിക്കാൻ പാടില്ലേ? വിളിച്ചിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ. ഒന്ന് വേഗം വിളിക്കൂ. ദേ വരുന്നു. എന്തിനാ വിളിച്ചേ? നീ സത്യത്തിൽ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നോ? എന്തായി പറയുന്നു മാഡം? നിങ്ങൾ എന്തൊരു സൗന്ദര്യം എന്നറിയോ? ഇതുവരെ നിങ്ങളോട് രാജു ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവനൊരു ആണേ അല്ല. എപ്പോഴെങ്കിലും നിന്നോട് സംസാരിക്കണമെങ്കിൽ എങ്ങനെയാ? ഞാൻ ഫോൺ നമ്പർ തരാം. യു ക്യാൻ കോൾ മീ എനി ടൈം. എനിക്ക് ഫോണല്ല. ഓ ഓക്കെ, ജസ്റ്റ് 10 minutes. 10 minutes. ദേ പോയി ദാ വന്നു. ജസ്റ്റ് 10 minutes. വീണു മീന് വലയിൽ കുടുങ്ങി. എവിടെ ഈ സുന്ദരി? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇതാ പിടിച്ച ഫോണ്. ഇതിൽ എന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. ഇതാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. കുറച്ച് മാറിയിരിക്കാമോ? ഓ, ഇപ്പോഴല്ലേ സ്റ്റാർട്ട് ചെയ്ത്. ശരി, നടക്കട്ടെ. യാ, ഇതിനെയാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ടച്ച് ചെയ്താൽ കോൾ പോവും. ഇതിൽ ടച്ച് ചെയ്താൽ വീഡിയോ കോൾ ചെയ്യാം. ഇതിൽ ടച്ച് ചെയ്ത് ഫോട്ടോ അയക്കാം. നിങ്ങളുടെ ഫോണിനും ഫോട്ടോയ്ക്കും വീഡിയോ കോളിനും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സി യു, ബൈ.
സ്ഥലമായിരുന്നു മാഡം. അമ്മേ, ആ, എന്താ ഇത്? നിങ്ങളല്ലേ ഫോട്ടോ അയച്ചെന്ന്, പിന്നെന്തിനാ അടിച്ചത്? ഇതല്ലേ നിനക്ക് വേണ്ടത്? പക്ഷെ ഇവിടെ വെച്ചല്ല, എന്നെ വേറെ എവിടെയെങ്കിലും വിളിച്ചോണ്ട് പോ. ഓ, ഇവിടെ ആകുമ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് വരും, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഗെറ്റ് ഇറ്റ് ഗുഡ് പോയിന്റ്. ശരിയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വൈൽഡ് പ്ലേസിൽ പോണം. അതുപോലുള്ള വൈൽഡ് പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ താഴെ ഞാൻ വെയിറ്റ് ചെയ്യും. അങ്ങോട്ട് വന്നേക്ക. ഹേയ്, ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ഇത്ര നേരം പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാലും നിങ്ങൾ എന്നെക്കാളും കുറച്ച് ഫാസ്റ്റാ. കേറ് കേറ്. അയ്യോ, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? പോയിട്ട് അടിച്ച് പൊളിക്കണം. ഇതാരുടെ വീടാ? ഇത് ഞാൻ എപ്പോഴും രാത്രി അടിച്ചു പൊളിക്കാൻ വരുന്ന സ്ഥലമാണ്. അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ സ്ഥലം ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഫ്രണ്ട്സ് എങ്ങാനും അറിഞ്ഞാലേ അവന്മാർ അസൂയപ്പെടും. പെടട്ടെ, നിങ്ങൾ വാ. ഓ, എല്ലാം അകത്ത് വെച്ചാകാലേ. കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വരൂ വരൂ, കം. വെൽക്കം. പ്ലീസ്. മഞ്ഞിൽ കളിക്കാനാണെങ്കിൽ ശരി, കട്ടിലിൽ കളിക്കാനാണെങ്കിൽ ശരി, ഇതുപോലത്തെ കോസ്റ്റ്യൂം ആയിരിക്കും ഏറ്റവും നല്ലത്. ക്ലോസ്. നീയും റെഡി, ഞാനും റെഡി, ഗാന ബജാന ബാൻഡ് റെഡി, പാക്കൻ റെഡി, പെണ്ണും റെഡി, ജിഞ്ചനക്ക കട്ടിലും റെഡി. ഓ, വൃത്തികെട്ടന്മാര് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയിരിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് പോവാം. കം. കം. വെൽക്കം. 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 ഇനി കാത്തിരിക്കാൻ പറ്റില്ല. ഓ, ഇതൊഴിയുന്നില്ലല്ലോ. അല്ല, എന്താ നാണാണോ? ഇതൊന്നും വലിയ കാര്യാക്കണ്ട, എല്ലാം ശരിയായിക്കോളും. കുറച്ച് കോപ്പറേറ്റ് ചെയ്യേ. ആദ്യം ഞാൻ തുടങ്ങാം, പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേ. ഓക്കെ അല്ലേ? കമോൺ കമോൺ. ദൈവം എന്ത് രസമായിട്ടാ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗോഡ് മസ്റ്റ് ബി ക്രേസി, യു നോ. ഇത്രയും ദൂരം വന്നില്ലേ, പിന്നെന്തെങ്ങനെ? നിങ്ങളിങ്ങനെ തിരിഞ്ഞിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ? ഇതിങ്ങനെ ശരിയാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്കൊരു ബിറ്റ് കാണാം, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാം ശരിയായിക്കോളും. അതിലെന്താ ഉള്ളത്? ആദ്യം നോക്ക്, നോക്കിയാലല്ലേ മനസ്സിലാവൂ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നേ, കുറച്ച് ലൈറ്റ് ആയിട്ട്. ഇവനെ എനിക്കെങ്ങനെ അറിയാനാ? ദിവസം ഗ്രൂപ്പിൽ 30 ബിറ്റ് വരും. അവസാനം വന്ന ഫ്രഷ് ബിറ്റായത്. എന്താ ഇത് കണ്ടപ്പോഴേക്ക് മൂടായോ? എന്നാ തുടങ്ങിയ? നമ്മൾ തുടങ്ങിയ പോലില്ലല്ലോ.
പ്ലീസ് ഒന്ന് വാ കോപ്പറേറ്റ് ചെയ്യേ. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ മേലെ കയറാന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ മേക്കിട്ടായിരുന്നു. നിങ്ങൾ എന്താ കളിക്കുക? നിങ്ങൾ അടിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയേ?